നമസ്കാരം. മാർച്ച് 26 മുതൽ ആരംഭിച്ച ശുക്രന്റെ രാശിമാറ്റം അനവധി ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു മഹത്തരമായ കാലഘട്ടമായി മാറുകയാണ്. ശുക്രൻ എന്ന ഗ്രഹം നമുക്കെല്ലാവർക്കും അറിയാം, അഖില സുഖകൃത്ത് എന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നത്. ദാമ്പത്യ ജീവിതം, പ്രണയബന്ധങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ, സൗന്ദര്യം, ആഡംബരം ഇവയെല്ലാം നിയന്ത്രിക്കുന്ന പ്രധാന ഗ്രഹമാണ് ശുക്രൻ. ഇപ്പോൾ ശുക്രൻ മേടം, ഇടവം, മിഥുനം എന്നീ രാശികളിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ചില രാശിക്കാർക്ക് ജീവിതം തന്നെ മാറുന്ന രീതിയിലുള്ള ഭാഗ്യഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണിത്. എന്നാൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ജാതകത്തിലെ ദശയും മറ്റു ഗ്രഹങ്ങളുടെ നിലയും ഈ ഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ്. ഇപ്പോൾ ഓരോ രാശിക്കും പ്രത്യേകം എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം. മേടക്കൂറിൽ ജനിച്ച അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായി കാണപ്പെടുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി അവർ അനുഭവിച്ചിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും മാനസിക സമ്മർദ്ദങ്ങളും പതുക്കെ കുറഞ്ഞു തുടങ്ങുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഒരുപാട് ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നാണ് പലരും ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇപ്പോൾ ശുക്രന്റെ അനുകൂല സ്വാധീനത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത രൂപപ്പെടുന്നു. പണം വരാൻ തുടങ്ങും, ചിലവുകൾ നിയന്ത്രണത്തിലാവുകയും ചെയ്യും. അതോടെ ഒരു ആത്മവിശ്വാസം തിരികെ ലഭിക്കും. വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വീട് നിർമ്മാണം, വാങ്ങൽ, വിൽപ്പന ഇവയെല്ലാം പോയിരുന്നതെങ്കിൽ അത് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്ന രീതിയിലായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അകലം കുറയുകയും പരസ്പരം മനസ്സിലാക്കൽ വർദ്ധിക്കുകയും ചെയ്യും. പ്രണയബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങളും നിരാശകളും മാറി വീണ്ടും ഒരു അടുപ്പം ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഇത്. ചിലർക്ക് പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാനും സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ സമയം ഒരു വലിയ അവസരമായി മാറാം. അപ്രതീക്ഷിതമായി വരുന്ന ഒരു കോൾ, ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഓഫർ ഇവ ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്നവ ആയിരിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ മേടക്കൂറുകാർക്ക് ഈ സമയം മുന്നേറ്റത്തിന്റെ വാതിൽ തുറക്കുന്ന ഘട്ടമാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശുക്രന്റെ രാശിമാറ്റം അവരുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു ഉയർച്ചയുടെ തുടക്കമായി കാണപ്പെടുന്നു. കാരണം ശുക്രൻ തന്നെയാണ് ഈ രാശിയുടെ അധിപൻ. അതുകൊണ്ട് തന്നെ ശുക്രൻ സ്വക്ഷേത്രമായ ഇടവത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വളരെ ശക്തവും വ്യക്തവുമായിരിക്കും. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സാമ്പത്തികമായി ഒരു സമ്മർദ്ദവും സ്ഥിരതയില്ലായ്മയും അനുഭവിച്ചിരുന്നവർക്ക് ഇപ്പോൾ ഒരു മാറ്റം വ്യക്തമായി കാണാൻ തുടങ്ങും. കാരണം പണം വരാൻ തുടങ്ങുന്നത് മാത്രമല്ല, അത് കൈവശം നിലനിർത്താനും കഴിയുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. മുൻപ് വരുമാനം ഉണ്ടായിരുന്നിട്ടും അത് നിലനിന്നിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അത് മാറുകയും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ കൃത്യതയും നിയന്ത്രണവും ഉണ്ടാവുകയും ചെയ്യും. കടബാധ്യതകളാൽ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് ആ ബാധ്യതകൾ പതുക്കെ കുറഞ്ഞു തുടങ്ങുകയും അത് തീർക്കാനുള്ള മാർഗങ്ങൾ സ്വയം ലഭിക്കുകയും ചെയ്യും. ചിലർക്ക് ഏറെ നാളായി കിട്ടാനുള്ള ഒരു തുക തിരികെ ലഭിക്കുകയും ചിലർക്ക് പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ധനലാഭം ഉണ്ടാവുകയും മറ്റു ചിലർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പണം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാം. ജോലി മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഇടവക്കൂറുകാർക്ക് ഈ സമയം സ്ഥിരതയും മുന്നേറ്റവും ഒരുമിച്ച് ലഭിക്കുന്ന ഘട്ടമാണ്. കാരണം നിങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും സ്ഥാനവർദ്ധനയോ ശമ്പള വർധനയോ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ജോലിമാറ്റം ആലോചിക്കുന്നവർക്ക് കൂടുതൽ നല്ല ഒരു അവസരം ലഭിക്കുകയും അത് നിങ്ങളുടെ ഭാവിക്ക് ഒരു സ്ഥിരത നൽകുകയും ചെയ്യും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. കാരണം ഇതുവരെ സാധാരണ രീതിയിൽ നടന്നിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ വളരാൻ തുടങ്ങുകയും പുതിയ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുകയും പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുകയും അതിലൂടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ സമയത്ത് ലഭിക്കുന്ന കൂട്ടുകെട്ടുകളും പിന്തുണകളും നിങ്ങളുടെ മുന്നേറ്റത്തിന് വലിയ സഹായം ആകുന്നവയായിരിക്കും. കുടുംബജീവിതത്തിൽ മുൻപുണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങളും അഭിപ്രായ ഭിന്നതകളും കുറയുകയും വീട്ടിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കുകയും ചെയ്യും.
അതോടെ ഒരു മാനസികാശ്വാസം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ അടുപ്പവും മനസ്സിലാക്കലും ഉണ്ടാവുകയും ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവുകയും ചെയ്യും. പ്രണയബന്ധങ്ങളിലുള്ളവർക്ക് ഈ സമയം ഒരു വ്യക്തത ലഭിക്കുന്ന ഘട്ടമാണ്. കാരണം നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഉറച്ച ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയും ചിലർക്ക് അത് വിവാഹത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. പൂർവിക സ്വത്തുകൾ സംബന്ധിച്ച കാര്യങ്ങൾ ഏറെ നാളായി നീണ്ടുപോയിരുന്നെങ്കിൽ ഇപ്പോൾ അത് പരിഹാരത്തിലേക്ക് എത്താൻ തുടങ്ങുകയും സ്ഥലം, വീട്, സ്വത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. ആരോഗ്യപരമായി വലിയ പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും ശരീരത്തിലെ ക്ഷീണം, മാനസിക സമ്മർദ്ദം എന്നിവ കുറയുകയും ഒരു ആശ്വാസം അനുഭവപ്പെടുകയും ചെയ്യും. കാരണം ഈ സമയം മനസ്സിന് സമാധാനം നൽകുന്ന ഒരു ഘട്ടമാണ്. കലാസാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ അംഗീകരിക്കപ്പെടുകയും ആളുകളുടെ ശ്രദ്ധ നേടുകയും ഒരു ഉയർച്ച അനുഭവപ്പെടുകയും ചെയ്യുന്ന സമയം കൂടിയാണ് ഇത്. മൊത്തത്തിൽ പറഞ്ഞാൽ ഇടവക്കൂറുകാർക്ക് ഈ സമയം സാമ്പത്തിക സ്ഥിരതയും കുടുംബ സമാധാനവും വ്യക്തിപരമായ മുന്നേറ്റവും ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു ശക്തമായ കാലഘട്ടമാണ്. കൂടാതെ നിങ്ങൾ ഇതുവരെ കാത്തിരുന്ന പല ഫലങ്ങളും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന ഘട്ടം കൂടിയാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകയിര്യം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുനർജനനം കിട്ടിയ പോലെയുള്ള അനുഭവം നൽകുന്ന ഘട്ടമാണ്. ഏറെ നാളായി നിലച്ചുപോയതുപോലെ തോന്നിയിരുന്ന ജീവിതം ഇപ്പോൾ വീണ്ടും മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്നു. സാമ്പത്തികമായി കുരുക്കിയിരുന്ന അവസ്ഥകൾ പതുക്കെ തുറക്കപ്പെടും. കടബാധ്യതകൾ കുറയുകയും വരുമാന മാർഗങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും. വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വീട് നിർമ്മാണം, വാങ്ങൽ, വിൽപ്പന ഇവയെല്ലാം അനുകൂലമായി നടക്കാൻ തുടങ്ങും. മുൻപ് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നവർക്ക് ഇപ്പോൾ അത് തിരിച്ചു കിട്ടും. സ്വന്തം കഴിവുകളിൽ വീണ്ടും വിശ്വാസമുണ്ടാവുകയും തീരുമാനങ്ങൾ കൂടുതൽ ഉറപ്പോടെ എടുക്കാൻ കഴിയുകയും ചെയ്യും. ആത്മീയമായ വളർച്ചയും ഈ സമയത്ത് ശ്രദ്ധേയമായിരിക്കും. തീർത്ഥാടനങ്ങൾ നടത്താനും ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും അവസരം ലഭിക്കും. വിദേശയാത്രകൾക്കും വിദേശ ജോലിക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. വിവാഹ സാധ്യതകൾ കൂടുതലായി കാണപ്പെടുകയും പ്രണയബന്ധങ്ങൾ ആരംഭിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും. മൊത്തത്തിൽ മിഥുനക്കൂറുകാർക്ക് ഈ സമയം ജീവിതം വീണ്ടും ശരിയായ പാതയിൽ എത്തുന്ന ഒരു ഘട്ടമാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രന്റെ ഈ സഞ്ചാരം നിങ്ങളുടെ കർമ്മമേഖലയിൽ വളരെ ശക്തമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. ഏറെ നാളായി പരിശ്രമിച്ചിട്ടും ഫലം കാണാത്ത അവസ്ഥയിൽ നിന്നാണ് പലരും ഇപ്പോൾ ഉയരുന്നത്. ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ, സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ നല്ലൊരു മാറ്റം ലഭിക്കുക എന്നീ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കുകയും പുതിയ അവസരങ്ങൾ തുറക്കുകയും ചെയ്യും. മേലധികാരികളുടെ പിന്തുണ ലഭിക്കുന്നതിനാൽ ജോലി മേഖലയിലെ മുന്നേറ്റം കൂടുതൽ എളുപ്പമാകും. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുകയും മുൻപുണ്ടായിരുന്ന നഷ്ടങ്ങൾ കുറയുകയും ചെയ്യും. കുടുംബജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുകയും വിവാഹ ജീവിതം കൂടുതൽ സമാധാനപരമാവുകയും ചെയ്യും. സന്താനഭാഗ്യം ലഭിക്കുന്നതിനും ഇത് അനുകൂലമായ സമയമാണ്. പൂർവിക സ്വത്തുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ്. കർക്കിടകക്കൂറുകാർക്ക് ഈ സമയം കർമ്മഫലം ലഭിക്കുന്ന ഘട്ടം എന്ന് ഉറപ്പായി പറയാം. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളായി അനുഭവിച്ചിരുന്ന മാനസികവും ജീവിതപരവുമായ ക്ലേശങ്ങൾ ഇപ്പോൾ കുറയുന്ന ഒരു ഘട്ടമാണ്. അഷ്ടമശനിയുടെ പ്രഭാവം കാരണം ഉണ്ടായിരുന്ന മാനസിക സമ്മർദ്ദങ്ങളും ആശങ്കകളും പതുക്കെ മാറിത്തുടങ്ങും. ഇപ്പോൾ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യം നിങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ തുടങ്ങും. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുകയും മുൻപ് ശ്രമിച്ചിട്ടും സാധിക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും.
ഭാഗ്യപരീക്ഷണങ്ങളിൽ പോലും നിങ്ങൾക്ക് അനുകൂലമായ ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുകയും മക്കളിലൂടെ സന്തോഷം ലഭിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവുകയും ചെയ്യും. ആരോഗ്യപരമായ ആശങ്കകളും കുറയുന്നതായി അനുഭവപ്പെടും. ചിങ്ങക്കൂറുകാർക്ക് ഈ സമയം ഭാഗ്യം വീണ്ടും തിരിച്ചുവരുന്ന കാലഘട്ടം ആണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രന്റെ ഈ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു കാലഘട്ടമായി മാറുന്നു. കാരണം ശുക്രൻ തന്നെയാണ് ഈ രാശിയുടെ അധിപൻ. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ലഭിക്കുന്ന ഫലങ്ങൾ നേരിട്ട് ജീവിതത്തിന്റെ പല പ്രധാന മേഖലകളെയും ശക്തമായി സ്വാധീനിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾക്കുണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾ, പ്രത്യേകിച്ച് ബന്ധങ്ങളിലുണ്ടായിരുന്ന അസ്ഥിരത ഇപ്പോൾ പതുക്കെ മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും ഈ സമയത്ത് പരിഹാരത്തിലേക്ക് എത്തും. പരസ്പരം സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നാണ് പലരും ഇപ്പോൾ വീണ്ടും അടുപ്പത്തിലേക്ക് എത്തുന്നത്. ഈ സമയം നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കേണ്ട സമയം ആയി മാറും. ഏറെ നാളായി നീണ്ടുപോയ കാര്യങ്ങൾ, വിവാഹം, ജോലി മാറ്റം, വിദേശയാത്ര, നിക്ഷേപം, ഇവയെല്ലാം ഇപ്പോൾ വ്യക്തതയോടെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും. ആ തീരുമാനങ്ങൾ സാധാരണ തീരുമാനങ്ങൾ ആയിരിക്കില്ല. അത് നിങ്ങളുടെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന തീരുമാനങ്ങളായിരിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് ജോലി ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ തടസ്സങ്ങൾ നീങ്ങി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായി കാണാം. ചിലർക്ക് ഇതിനകം തന്നെ ഒരു അവസരം ലഭിച്ചിട്ടുണ്ടാകാം. ചിലർക്ക് ഇപ്പോൾ അത് ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ഈ സമയം വളരെ നല്ലതാണ്. പണം വരാൻ തുടങ്ങും. കൂടാതെ അത് നിലനിർത്താനും കഴിയും. ചിലർക്ക് ഒരു വലിയ നിക്ഷേപം ചെയ്യാനുള്ള അവസരവും ലഭിക്കാം. പൂർവിക സ്വത്തുകൾ സംബന്ധിച്ച കാര്യങ്ങൾ പോലും അനുകൂലമായി തീരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായും നിങ്ങൾക്ക് ഒരു ആശ്വാസം അനുഭവപ്പെടും. ഏറെ നാളായി അലട്ടിയിരുന്ന ചെറിയ അസുഖങ്ങൾ പോലും കുറയുന്നതായി നിങ്ങൾക്ക് തോന്നും. പ്രത്യേകിച്ച് തലവേദന, മാനസിക സമ്മർദ്ദം എന്നിവ കുറയുന്നതായി അനുഭവപ്പെടും. മൊത്തത്തിൽ പറഞ്ഞാൽ തുലാക്കൂറുകാർക്ക് ഈ സമയം ജീവിതത്തിൽ വ്യക്തതയും സ്ഥിരതയും ലഭിക്കുന്ന ഒരു ശക്തമായ ഘട്ടമാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അവരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യഫലങ്ങൾ എത്തിക്കുന്ന ഒരു അപൂർവ കാലഘട്ടമാണ്. ശുക്രൻ അവരുടെ ഭാഗ്യസ്ഥാനവുമായി ബന്ധപ്പെട്ട നിലയിലേക്ക് എത്തുന്നതിനാൽ ഈ സമയം നിങ്ങൾ അനുഭവിക്കുന്ന നേട്ടങ്ങൾ വളരെ ഗൗരവമുള്ളതും ദീർഘകാലം നിലനിൽക്കുന്നതുമായിരിക്കും. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ അനുഭവിച്ചിരുന്ന പ്രതിബന്ധങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ജോലി സംബന്ധമായ തടസ്സങ്ങൾ, കുടുംബത്തിലെ അസ്വസ്ഥത, ഇവയെല്ലാം ഇപ്പോൾ പതുക്കെ മാറിത്തുടങ്ങും. ജീവിതത്തിൽ ഒരു ഭാരം കുറഞ്ഞതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. സാമ്പത്തികമായി ഈ സമയം വളരെ ശക്തമാണ്. പണം ലഭിക്കുന്നതോടൊപ്പം അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയും. വീട് വാങ്ങൽ, സ്ഥലം വാങ്ങൽ, പുതിയ നിക്ഷേപങ്ങൾ, ഇവയെല്ലാം ഈ സമയത്ത് ചെയ്യാൻ അനുയോജ്യമായിരിക്കും. ചിലർക്ക് ഏറെ നാളായി കാത്തിരുന്ന ഒരു പ്രോപ്പർട്ടി ഡീൽ ഇപ്പോൾ പൂർത്തിയാകാനും സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. മുൻപുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ മാറി സമാധാനവും സന്തോഷവും വർദ്ധിക്കും. സന്താനങ്ങളിൽ നിന്ന് സന്തോഷം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ചിലർക്ക് സന്താനഭാഗ്യം ലഭിക്കാനും സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ധനലാഭങ്ങളും ഈ സമയത്ത് ഉണ്ടാകാം. ചിലർക്ക് ചെറിയൊരു ഭാഗ്യപരീക്ഷണം പോലും നല്ല ഫലം നൽകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിൽ മാത്രം ആശ്രയിക്കാതെ സ്വന്തം പരിശ്രമം തുടരുന്നതാണ് ഏറ്റവും നല്ലത്. ഈ സമയം നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം നൽകും. എനിക്ക് ഇനി മുന്നോട്ട് പോകാം എന്നൊരു ഉറച്ച വിശ്വാസം. ധനുക്കൂറുകാർക്ക് ഇത് ശരിക്കും സമൃദ്ധിയും മുന്നേറ്റവും ഒരുമിച്ച് അനുഭവിക്കുന്ന കാലഘട്ടമാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു തിരിച്ചുവരവിൻ്റെ ഘട്ടമാണ്. ഏറെ നാളായി നിങ്ങൾ അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയും ഇപ്പോൾ മാറിത്തുടങ്ങുന്നു.
സത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടം മകരക്കൂറുകാർക്ക് വളരെ എളുപ്പമല്ലായിരുന്നു. പലരും ജീവിതത്തിൽ നിന്ന് തളർന്ന അവസ്ഥയിലായിരുന്നു. എന്തു ചെയ്താലും ഫലം ലഭിക്കാത്ത ഒരവസ്ഥ, മനസ്സിൽ ഒരു ഭാരമുള്ള അനുഭവം, ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോൾ ശുക്രന്റെ ഈ അനുകൂല സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം കൊണ്ടുവരുന്നു. ആദ്യം തന്നെ മാനസികമായി ഒരു ആശ്വാസം ലഭിക്കും. അതായത് പ്രശ്നങ്ങൾ ഒട്ടും മാറിയില്ല എങ്കിലും അത് കൈകാര്യം ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തികമായി ചെറിയ മാറ്റങ്ങൾ ആരംഭിക്കും. പണം വരാൻ തുടങ്ങും. ചിലവുകൾ നിയന്ത്രണത്തിലാകും. കടബാധ്യതകൾ കുറയാൻ തുടങ്ങും. ഇത് പെട്ടെന്ന് സംഭവിക്കില്ല, പക്ഷേ ഉറപ്പായും മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രക്രിയ ആയിരിക്കും. ജോലി മേഖലയിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കും. മുൻപ് എടുത്ത തീരുമാനങ്ങൾ തെറ്റായിരുന്നെങ്കിൽ ഇപ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ചിലർക്ക് പുതിയ ജോലി അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഈ സമയം വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജീവിതത്തിൽ കൂടുതൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ തയ്യാറാവുകയും ചെയ്യും. നിങ്ങളുടെ വ്യക്തിത്വം കൂടുതൽ തെളിയുന്ന ഒരു ഘട്ടമാണ് ഇത്. മകരക്കൂറുകാർക്ക് ഈ സമയം ജീവിതം വീണ്ടും കൈകളിൽ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടം എന്നാണ് പറയാൻ കഴിയുക. മീനക്കൂറിൽപ്പെട്ട പൂരൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറുന്നു. ഏറെ നാളായി നിങ്ങൾ അനുഭവിച്ചിരുന്ന അനിശ്ചിതത്വം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ എല്ലാം തന്നെയും പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് മാറാൻ തുടങ്ങും. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ നിങ്ങളിൽ പലരും ജോലിയില്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിലും സ്ഥിരതയില്ലാത്ത അവസ്ഥ അനുഭവിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഈ അവസ്ഥ മാറുന്നു. ജോലി ലഭിക്കുന്നതിനും നിലവിലുള്ള ജോലിയിൽ സ്ഥിരത ലഭിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. സാമ്പത്തികമായി ഈ സമയം വളരെ ശക്തമാണ്. പണം വരാൻ തുടങ്ങും. കൂടാതെ അത് സ്ഥിരത ആർജിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് മെയ് ജൂൺ മാസങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും. ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും പ്രണയബന്ധങ്ങൾ കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യും. ചിലർക്ക് വിവാഹം നിശ്ചയിക്കപ്പെടാനും സാധ്യതയുണ്ട്. ആത്മീയമായി ഈ സമയം വളരെ ശക്തമാണ്. നിങ്ങൾക്ക് ദൈവവിശ്വാസം കൂടുതൽ വളരുകയും ക്ഷേത്ര ദർശനങ്ങൾ, പ്രാർത്ഥനകൾ എന്നിവയിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ലക്ഷ്മി നാരായണ ആരാധന ഈ സമയത്ത് വളരെ ഫലപ്രദമായിരിക്കും. കലാസാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം വലിയ ഉയർച്ച നൽകും. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും ഒരു വലിയ മുന്നേറ്റം നേടാനും ഇത് സാധിക്കും. മീനക്കൂറുകാർക്ക് ഈ സമയം ജീവിതത്തിൽ ഉയർച്ചയുടെ വാതിൽ തുറക്കുന്ന, ഒരിക്കലും മറക്കാനാകാത്ത ഒരു കാലഘട്ടം ആയിരിക്കും. അങ്ങനെ ശുക്രന്റെ ഈ രാശിമാറ്റം നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു അപൂർവ സമയമായി മാറുകയാണ്. ചിലർക്കിത് ഭാഗ്യത്തിന്റെ തുടക്കമാകും. ചിലർക്കിത് കാത്തിരുന്ന ഫലങ്ങളുടെ പ്രാപ്തിയാകും. എന്നാൽ ഒരിക്കലും മറക്കരുത്, ഗ്രഹങ്ങൾ വഴികാട്ടും, പക്ഷേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് ഈ അനുകൂല സമയത്തെ തിരിച്ചറിഞ്ഞ് ശരിയായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ദിവസങ്ങൾ വരട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും പങ്കുവയ്ക്കാൻ മറക്കരുത്. ഇനിയും ഇത്തരം ജ്യോതിഷ വിശകലനങ്ങൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻ്റായി എഴുതാം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭാഗ്യവും ഐശ്വര്യവും നിറഞ്ഞ ദിവസങ്ങൾ വരട്ടെ. നന്ദി, നമസ്കാരം.